പായസം അല്ലാതെ എന്തോണോ അല്ലേ? ഇന്ന് നമുക്കൊരു അടിപൊളി പായസം തന്നെ തയ്യാറാക്കാം. ചെറുപയർ പരിപ്പ് പായസമാട്ടോ ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന ഒരു പായസം തന്നെ ആയിരിക്കുമല്ലേ അത്. എന്നാലും അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവില്ലേ, അവർക്ക് വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാട്ടോ ഇന്ന് കാണിക്കാൻ പോണത്. ഒരു കപ്പ് ചെറുപയർ പരിപ്പ് ഒരു പാനിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം അതിൽ നിന്ന് പകുതി മാറ്റി വെക്കുക കേട്ടോ. ബാക്കി പകുതി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ, ഈ ഒരു കളർ ആവുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് നമുക്ക് പായസം കുടിക്കുമ്പോൾ ഒരു കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ, മറ്റേത് അലിഞ്ഞു പോവുകയും ചെയ്യും. ഇനി പരിപ്പ് നന്നായി കഴുകിയതിന് ശേഷം ഒരു കപ്പ് ചെറുപയർ പരിപ്പിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒറ്റ വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. എന്നിട്ട് കംപ്ലീറ്റ് പ്രഷർ പോയതിനു ശേഷം ഓപ്പൺ ചെയ്താൽ മതി. പിന്നെ 4 വലിയ ശർക്കരയിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ പ്രഷറൊക്കെ പോയതിനു ശേഷം നമ്മുടെ ഈ ഒരു ചെറുപയർ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതൊരു വേറൊരു പായസം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ശർക്കര ഉരുക്കിയത് അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് 1/4 ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട്, മധുരമൊക്കെ ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്നര തേങ്ങയുടെ തേങ്ങാപ്പാൽ 1/4 പാലും 2/2 പാലും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2/2 പാൽ ആദ്യം ചേർത്ത് കൊടുത്തു. അത് നന്നായിട്ട് തിളച്ച് അത് കുറുകി വരുന്ന സമയത്ത് ലാസ്റ്റായിട്ട് നമുക്ക് 1/4 പാൽ ചേർക്കണം. 1/4 പാൽ ചേർത്തതിന് ശേഷം പിന്നെ തിളക്കരുത് കേട്ടോ, ഒന്ന് ചൂടായാൽ മതി. പിന്നീട് അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം അങ്ങ് ഓഫ്. അതിന്റെ കൂടെ ചുക്കുപൊടി ജീരകപ്പൊടി ഒക്കെ ചേർക്കേണ്ടവർക്ക് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നെയ്യിൽ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ സംഭവം സെറ്റ്.